So guys, this is Oxy Shafi. Welcome to my YouTube channel. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ഹരിയാനയിലാണ്. ഞങ്ങൾ ഇന്നലെ ഷിംല ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ഹരിയാനയിലേക്ക് ഒരു വണ്ടി കിട്ടി. ഞങ്ങൾ കുറച്ച് ദിവസം ചിലപ്പോൾ ഹരിയാനക്ക് ഇറങ്ങും. പ്ലാനൊന്നുമില്ല, ഞങ്ങളെ പ്ലാനൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞങ്ങൾ നേരെ ഉത്തരാഖണ്ഡ് പോകും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് നമുക്ക് ഇന്നലെ കിട്ടിയ ആളെ വണ്ടിയിലാണ്. ഇന്നലെ നമുക്ക് അയാൾ ഫുഡ് വാങ്ങി തന്നു, അയാൾ റൂം തന്നു, എല്ലാ കാര്യം തന്നു. അയാൾ ബ്രദറിൻ്റെ ഒരു കല്യാണമുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കല്യാണത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അയാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ വേറെ ഭയ്യ. ഹായ് ബോലോ. ഹായ് भैया का नाम क्या है? നിതീഷ് കുമാർ ആണ്. ആൾ അടിപൊളി മനുഷ്യനാണ്. സോലിവിടെ അങ്ങനെ വെറുതെ ഇരുന്ന് അളിഞ്ഞ പരിപാടിയും കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കല്യാണത്തിൽ പോയിട്ട് പറ്റണ വീഡിയോ എടുത്ത് കാണിച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ലേഡീസിനൊന്നും മുഖം കാണിക്കാൻ അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ നോക്കട്ടെ. സോലി, ഹരിയാനയെ പറ്റി എന്താ അഭിപ്രായം? ഹരിയാന അടിപൊളിയാണ്. ഹരിയാന പക്ക ഗ്രാമങ്ങളാണ്, ഒരു മലനിരകളില്ലാന്ന് അവിടെ പറഞ്ഞത്. നമ്മൾ പിന്നെ ഇന്നത്തെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ വില്ലേജുകൾ പിടിക്കുന്നു. പിന്നെ PT ഉസ്താന്റെ സുക്കൂൻ സ്കൂൾ ഉണ്ടല്ലോ, അവിടെ പോകുന്നു. അവിടെ കാണണമെന്നൊക്കെ പ്ലാൻ ഉണ്ട്, പണിയെടുക്കുന്നുണ്ട്. ഞങ്ങളെ ഒന്നിച്ചാണ് യാത്ര. ഇനി കണ്ടിന്യൂസ് ഇന്ത്യ ഹിറ്റാക്കിങ് അടിക്കാനുള്ള പരിപാടിയാണ് മൊത്തം. പ്ലാനൊന്നുമില്ല, ഞങ്ങൾ എന്താ ചെയ്യണത് അങ്ങനെയാണ് ഞങ്ങളെ പരിപാടി. അടിക്കണം, ഇന്ത്യ കാണണം, ഫുൾ ഓൾ ഇന്ത്യ. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇന്ന് കല്യാണത്തിന് പോയിട്ട് ബാക്കി ഞാൻ അവിടെ നിന്ന് കാണിച്ചിട്ട് നോക്കട്ടെ. പിന്നെ നമ്മളെ വീഡിയോക്ക് കാര്യത്തിനൊക്കെ പ്രശ്നമുണ്ടാവും, നമ്മൾ മുഖം കാണിക്കില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ വയ്യെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ഇങ്ങനെ വരും, സെറ്റ് വരും. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അവർ ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. ഇതാണ് വില്ലേജിലെ കല്യാണം കേട്ടോ. ഞങ്ങളങ്ങനെ വന്നപ്പം അങ്ങനെ ഫുഡ് സെർവ് ചെയ്യണ ഇതാണ് എൻട്രി. സോല് ഇവിടെ ഇരിക്കുന്നുണ്ട്, ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫുഡ് അവിടെ കഴിക്കുക, ഓരോരുത്തർ പോയിട്ട്. ഞങ്ങൾ കല്യാണത്തിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോൾ റൊട്ടി, പനീർ മട്ടന്, സലാഡ് ഉണ്ട്. ഇത് കഴിഞ്ഞ റൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. അതെ, ഫുഡ് അങ്ങനെ ഉണ്ട്. നല്ല ചപ്പാത്തി, പിന്നെന്താ പറയുക, പനീർ മട്ടൻ, ഉള്ളി, ക്യാരറ്റ്. ഹരിയാനയിലെ കല്യാണം ഉണ്ടാവും, അടിപൊളി. ഇപ്പോൾ ഞാൻ അടുത്ത ഫുഡായിട്ട് വീണ്ടും വരാം. അങ്ങനെ നമ്മൾ റൈസ് എടുത്ത്, റൈസും സലാഡും വേറൊരു കറിയുണ്ട്, എന്താ കറി അറിയില്ല, കഴിച്ചു നോക്കട്ടെ. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ ആണുങ്ങൾ മെഹന്തി ഇടും. ഇതാണ് ആള് കല്യാണ ചെക്കം. ഹായ് പോലും. ആളിവിടെ മെഹന്തി കിട്ടണല്ലേ. ഇതാണ് ഇവിടുത്തെ. നമ്മളവിടെ പെണ്ണുകൾ മാത്രമേ ഇടുള്ളൂ. ഇവിടെ ആണുങ്ങളും ഇടും. എല്ലാവരും കല്യാണത്തിന് തിരക്കിലാണ്. ചെക്കൻ ഫുഡ് കഴിക്കുന്നു. സോലി ഇവിടെ വീട്ടിലൊരു ഹുക്കൊക്കെ കളിക്കുന്നു. ഫുൾ എൻജോയ്. ഞാൻ ഹരിയാനയിൽ വന്നപ്പോൾ കണ്ടത് ഇവിടുത്തെ വീടാണത്. ഇങ്ങനെയാണ്, ഒരു അടച്ചുറപ്പാണ് ഫുള്ള്. ഇങ്ങനെ കയറിപ്പോൾ ഞാൻ ഇവിടെ റൂം ആണ് സംഭവം. ഇവിടുത്തെ വീടുകളൊക്കെ അത് ഫുള്ള് AC, കൂളർ, CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊട്ട് സ്പെഷ്യലായിട്ടുണ്ട് വെള്ളം. സംഭാരമാണ്, അതിൽ കമ്പൊക്കെ ഇട്ട് ഉണ്ടാക്കിയത്. സാലഡ്, പരിപ്പുറി, ചപ്പാത്തി, ഇവിടുത്തെ ചോറ്. ഗൈസ്, ഇപ്പം ഞാനില്ലതേ ഹരിയാനയിലാണ്. ഹരിയാനയിൽ വന്നപ്പം ഈ ഹരിയാനയിലെ ഏറ്റവും വലിയ മന്ദിരമായിട്ടത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു വില്ലേജാണ്. ഈ വില്ലേജിൽ എന്താ പറയുക, ഇവിടെ ഒരു സ്കൂളും ഈ മന്ദിരം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ അതിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ അകം. ഞാൻ അവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടതാണ്. ഇവിടെ ഇത് ഉണ്ടാക്കാൻ ആരൊക്കെ പൈസ കൊടുത്തു, അവരൊക്കെ പേര് ഈ ചുമരിൽ എഴുതി വെച്ചു. ഇത്രയും ആൾക്കാർ ഹിന്ദിയിൽ എഴുതി വെച്ചത്. എന്താ പേര് അറിയില്ല. ആണ് ഓരോരുത്തരുടെ പേര്. 5200, 5200, 5000. സോറി, അഞ്ചും കൊടുക്കണം 5000. എൻ്റെ പേരുണ്ടല്ലോ. മന്ദിറിൻ്റെ അകത്ത് വന്നപ്പോൾ കണ്ടതാണത്. ആരാ സംഭവം അറിയില്ല. ഈ ചുമരിലൊക്കെ എഴുതി വെച്ചാണ് ആരൊക്കെ പൈസ കൊടുത്താണ്, ആരൊക്കെ പൈസ കൊടുത്തിട്ടുള്ള. അല്ല, കൊടുത്തത്, സോറി. ഭായിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഭായി ഞങ്ങളങ്ങനെ കൊടുന്നാണ് ഇത് കാണിക്കാൻ. ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ ഫുള്ള് ഈച്ചയാണ്, എന്താ സംഭവം അറിയാം. ഇതാണ് അമ്പലം.
ഇതിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഹൈറ്റ് ഉണ്ടോ ഭയങ്കര ഹൈറ്റാണ്. ആ ഇതാണ് ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഒരു ഗോൾഡൻ കളറിലാണ്. ഇതിന് ഭയങ്കര ചരിത്രമുണ്ട് ഇതിന്. പക്ഷെ ചരിത്രം എന്താ എനിക്കറിയില്ല സംഭവം. എനിക്കറിയാം ഇതിൻ്റെ ചരിത്രം. ഒരു കല്ലുണ്ട് ഓട്ടോമാറ്റിക് ഇങ്ങനെ വലുതായി വരുന്ന ഓരോ പറഞ്ഞു. ആ ഓക്കെ. അതായത് അവിടെ ഒരു കല്ലുണ്ട്. കല്ല് ഞാൻ കാണിച്ചിടാം. ഇതാണ് സംഭവം. ഇത് ഓട്ടോമാറ്റിക് വലുതാവും ചെയ്യും, ഓട്ടോമാറ്റിക് ചെറുതാവും ചെയ്യുന്ന അവർ പറയുന്നത്. അങ്ങനെയാണ് സംഭവം. അതായത് ഹരിയാനയിലെ ഏറ്റവും വലിയ അമ്പലമാണിത്. ഇവിടെ ഓരോരുത്തർ കിടക്കണൊക്കെ ഉണ്ട്. കടത്തത്തിന് കുറവൊന്നുമില്ല. ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഫ്രീ ആണോണ്ട് കേട്ടോ. ഹരിയാനയിലെ ഏറ്റവും വലിയ അമ്പലമാണിത് എന്നാണ് എന്നോട് പറഞ്ഞത് ബായി. ഞങ്ങൾ കൂടെ വന്നപ്പോൾ ചായ കിട്ടിട്ടോ. ഇവിടെ അങ്ങനെ ഓരോരുത്തർ ഇരിക്കണം. ഞങ്ങൾ ഇരുന്ന് ചായ കുടിക്കണം. ഹരിയാനയിലുണ്ട് ആള്. ഇതൊരു ബൈക്കാണ്. ബൈക്കിൻ്റെ ബാക്കിൽ എന്താണ്? ഇതൊരു ബൈക്കാണ്. ആ ബൈക്കിന് ബാക്കിൽ കൊട്ടാണ്. ഗുഡ്സ് വണ്ടിയാണിത്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞാനിപ്പോൾ ഉള്ളത് ഹരിയാന ഒരു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൻ്റെ പേരെന്താ അറിയില്ല. ഇതാണ് ഞങ്ങൾ 2-3 സെറ്റ് ഇങ്ങനെ കറങ്ങണ കാറാണിത്. ആ ബയ്യൻ്റെ കാറ്. ഇത് നമ്മൾ 2 ഭായിമാർ. ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം കുറച്ച് നേരത്തെ.